ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റോഷൻ മാവലിക്കര. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് വാട്സപ്പിൻ്റെ ഒരു പുതിയൊരു അപ്ഡേഷനെ പറ്റിയാണ്. ഓക്കെ, നമുക്കെന്നാൽ വീഡിയോയിലോട്ട് പോകാം. വാട്സപ്പിൻ്റെ ഒരു പുതിയ അപ്ഡേഷനാണ്. ഓക്കെ, അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അറിയാവുന്നവർക്കൊക്കെ അറിയാം, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണിത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു വാട്സപ്പ് ചോദിക്കുമ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ഷെയർ ചെയ്യും അല്ലേ. അപ്പം നമ്മുടെ നമ്പർ അവർക്ക് അവരുടെ കയ്യിൽ കിട്ടുന്നു. അപ്പം ഇത് കൂടാതെ നമുക്കിപ്പോൾ ഇതല്ല പുതിയൊരു ഓപ്ഷൻ, വാട്സപ്പിൻ്റെ പുതിയൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പർ ഷെയർ ചെയ്യാതെ ഇപ്പോൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോലെ നമുക്കൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിന് വേണമെങ്കിൽ നമുക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടി ഒരു പാസ് കീ ആയിട്ട് ഇടാൻ പറ്റും. അപ്പോൾ നമുക്ക് ആൾക്കാർക്ക് ഇപ്പം നമ്മുടെ വാട്സപ്പിൽ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ആ യൂസർ നെയിം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് വാട്സപ്പിൽ സെർച്ച് ചെയ്ത് നമ്മൾ ചാറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ കോൺടാക്റ്റ് എടുക്കാൻ പറ്റും. പക്ഷേ അതിനകത്തിൽ നമുക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നമ്പർ അങ്ങനെ അനാവശ്യമായിട്ട് പോകുന്നില്ല. മനസ്സിലായി? നമ്മുടെ നമ്പർ ഷെയർ ആവുന്നില്ല. നമ്മുടെ വാട്സപ്പ് ആ യൂസർ നെയിം കൊടുക്കുമ്പോൾ ആ യൂസർ നെയിം ത്രൂ അവർക്ക് നമ്മുടെ വാട്സപ്പിൽ ചാറ്റിൽ വരാൻ പറ്റുന്നുണ്ട്. അപ്പം മിക്ക പ്രൈവസി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അതൊരു നല്ലൊരു കാര്യമാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോക്കകത്ത് കാണാം. ഓക്കെ, നമ്മളാദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അതിനകത്തുള്ള സെറ്റിങ്സിൽ പോയിട്ട് അതിനകത്തിൽ യൂസർ നെയിം ഉണ്ട്. യൂസർ നെയിം ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് അതിനകത്തിൽ യൂസർ നെയിം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ സ്ക്രീൻ കാണുന്ന പോലെ യൂസർ നെയിം നമുക്ക് നമ്മുടെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അവൈലബിൾ ഉണ്ട്. അവൈലബിൾ യൂസർ നെയിം ഉണ്ട്. അതെടുക്കുക. അതെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ അതിൻ്റെ പാസ്വേഡ് നമുക്ക് യൂസർ നെയിം ഇടാൻ പറ്റും. പിന്നെ അത് നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടി ഇപ്പോൾ ഈ യൂസർ നെയിം ഉള്ള ആൾക്കാർക്ക് യൂസർ നെയിം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും നമുക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാൻ പറ്റും. അതിന് നമ്മളൊരു പാസ് കീ ഉണ്ട്, ഒരു പാസ്വേഡ് പോലെ സംഭവം. അത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യണോ അവർക്ക് നമ്മൾ ഈ പാസ് കീ അയച്ചു കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ അന്നേരം ആ പാസ് കീ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാറ്റ് കിട്ടത്തുള്ളൂ. അല്ല യൂസർ നെയിം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതും സെറ്റ് ചെയ്യുന്ന കാര്യം നമുക്കിവിടെ കാണാം. ഓക്കെ, നമ്മളിപ്പോൾ യൂസർ നെയിം ഇപ്പോൾ കുറേ പേരെ യൂസർ നെയിം കിട്ടി, അതിൽ നമ്മൾ എവിടെയും പബ്ലിഷ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് ആ യൂസർ നെയിമിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ആ യൂസർ നെയിം മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ യൂസർ നെയിം മാറ്റാൻ പറ്റും. മനസ്സിലാവും? അതുപോലെ തന്നെ നമുക്ക് പാസ് കീ മാറ്റാൻ പറ്റും. ഞാനതെല്ലാം ഓപ്ഷൻ കാണിക്കാം. ഓക്കെ, നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. നമ്മുടെ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് യൂസർ നെയിം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ നമുക്ക് നോർമൽ പഴയ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു സേഫ്റ്റിയുടെ ഭാഗമാണ്. ഇപ്പോൾ മിക്ക സ്ത്രീകളോ അല്ലെങ്കിൽ സ്ത്രീകൾക്കൊക്കെ നമ്പർ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും വാട്സപ്പിൽ അല്ലേ. സ്ത്രീകൾക്ക് നമ്പർ ഷെയർ ചെയ്യുമ്പോൾ അപ്പോൾ അന്നേരം അവർക്കാണെങ്കിൽ ഈ യൂസർ നെയിം കൊടുത്തിട്ട് നമുക്ക് വാട്സപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായി? അതിപ്പോൾ ഒരു പുതിയൊരു അപ്ഡേറ്റ് ആണ്. നമുക്കത് യൂസർ നെയിം കൊണ്ട് എങ്ങനെ സെർച്ച് ചെയ്ത് ചാറ്റ് ചെയ്യുന്ന കാര്യം നമുക്ക് പിന്നെ ഒരു കാര്യം, എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ട്, എൻ്റെ ഈ ചാനലൊന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ സോഷ്യൽ മീഡിയാസിൻ്റെയും അപ്ഡേറ്റ്സും പിന്നെ ഫുഡിൻ്റെ ഓഫേഴ്സും എല്ലാം എൻ്റെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും മിസ് ചെയ്യാതെ ഫസ്റ്റ് കാണാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്കാണ് നമുക്ക്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണുന്നതിന് വരെ ബൈ.